Hi friends, welcome to my channel. നമ്മളെല്ലാവരും തന്നെ മിൽക്കി ബാർ ഡയറി മിൽക്ക് ഒക്കെ തന്നെ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വില തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷേ എങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നില്ലേ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന്? ഇന്നത്തെ വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണാം. അപ്പം നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് തയ്യാറാക്കുന്നത്. അതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അതിന് മുകളിൽ ഒരു ഗ്ലാസിൻ്റെ ബൗൾ വെച്ച് കൊടുക്കാം. ബൗള് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു 1/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കണം. നമ്മൾ സാൾട്ട് ഇല്ലാത്ത ബട്ടറാണ് ഇതിനായി യൂസ് ചെയ്യുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ, 3 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത പഞ്ചസാര, ഇത് രണ്ടും നല്ലതുപോലെ അരിച്ച് അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കാണുന്നത് പോലെ ഞാൻ നല്ലതുപോലെ ബട്ടറിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ സിലിക്കോൺ മോൾഡിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സിലിക്കോൺ മോൾഡ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നമുക്ക് ഒട്ടുമിക്ക ഷോപ്പിംഗ് മോളുകളിലും അവൈലബിൾ ആണ്. ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ആ ഒരു മിക്സ് ഒഴിച്ച ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോവാനായിട്ട് നമുക്ക് ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് 1 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ നമ്മുടെ മോൾഡ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഡാർക്ക് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോക്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഞാനൊരു മിൽക്കി ബാറാണ് ഉണ്ടാക്കുന്നത്, വൈറ്റ് ചോക്ലേറ്റ്. അതും നമ്മൾ സെയിം മെത്തേഡിൽ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായ ബട്ടറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പൗഡേർഡ് ഷുഗർ, നമ്മൾ പൊടിച്ചെടുത്ത ഷുഗറും ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ഇട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ച് അതിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചോക്ലേറ്റിൻ്റെ സിലിക്കോൺ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൽ എയർ ബബിൾസ് ഒക്കെ പോകാനായി നമുക്ക് ഇതുപോലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഡീമോൾഡ് ചെയ്യാം. വളരെ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഡീമോൾഡ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബ്രൗൺ ചോക്ലേറ്റ് തയ്യാറാക്കാനും സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഡബിൾ ബോയിൽ മെത്തേഡ്. അതിനായി നമുക്ക് ഒരു 1/4 കപ്പ് ബട്ടർ നമ്മുടെ ബൗളിലേക്ക് ഇട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പൗഡേർഡ് ഷുഗർ, ഒരു 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, നമ്മുടെ പാൽപ്പൊടി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ബട്ടറിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു മിക്സിൻ നമുക്ക് സിലിക്കോണിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. സെയിം വേയിൽ തന്നെ ഇതും ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ, എയർ ബബിൾസൊക്കെ പോകാനായിട്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രൗൺ ചോക്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.